ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا يا مالك الملك ما لي من نلوذ به سواك عند نزول الكرب والنقم أدعوك وحدك يا من لا شريك له دعاء معترف بالذنب والندم يا واحدا صمدا يا ماجدا أبدا يا حافظا رازقا للخلق كلهم برئت من مشرك غاب وذي شبه وكل مبتدع في الدين متهم يا رب فاهد حيار المسلمين وهب رشدا لهم واكفهم من فتنة الأمم അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് മുഖേന കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ മുജാഹിദ് സമ്മേളന വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ മഹത്തായ വേദി വിട്ട് പിരിയുന്നതിന്റെ മുമ്പായി നമുക്കെല്ലാം അവൻ ചൊരിഞ്ഞു തരികയും അവന്റെ ഇഷ്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി സന്തോഷത്തോടുകൂടി അവന്റെ സ്വർഗ്ഗലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ വിജയത്തിലേക്കുള്ള
യഥാർത്ഥമായ പാത എന്താണെന്ന് വൈവിധ്യമാർന്ന പ്രബോധന സംരംഭങ്ങളിലൂടെ പഠിപ്പിച്ചും പകർന്നും കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ലോകത്ത് മാനവ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനാവശ്യമായ നിയമനിർദ്ദേശങ്ങളടങ്ങുന്ന കുറ്റമറ്റ ദൈവീകമായ സന്ദേശം ഇസ്ലാം മാത്രമാണ് എന്ന് ഇതിനകം ഇതിന്റെ മുമ്പ് നടന്ന പരിപാടികളിലൂടെ നിങ്ങളേവരും മനസ്സിലാക്കുകയുണ്ടായി. എന്നാലും സഹോദരങ്ങളെ, പല ശ്രോതാക്കളിലും ഉയർന്നു കേൾക്കുന്ന ഒരു സംശയമുണ്ട്. ഇത്രത്തോളം കുറ്റമറ്റ ദൈവീകമായ പ്രമാണങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിട്ടും ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷിപിരിവുകളും വിഭാഗീയതകളും നിങ്ങൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് പല അന്വേഷണ കുതുകികളും ആലോചിക്കുകയും ഒരു വേള സംശയാലുക്കളായിക്കൊണ്ട് അത് പുറത്തേക്ക് പറയുകയും ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അത് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ തകരാറല്ല. ആ ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളുമാണ് വ്യത്യസ്ത കക്ഷികളിലായി വിഭാഗീയ ചിന്തകളോട് പ്രവർത്തിക്കുവാൻ സമുദായത്തിനകത്തുള്ളവരെ തന്നെ കാരണമാക്കി തീർത്തത് എന്നതാണ് അതിന്റെ വസ്തുത. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിമീങ്ങളിൽ തന്നെ കാണുമ്പോൾ ആളുകൾ പലരും പല അഭിപ്രായക്കാരായി മാറുമ്പോൾ ചില ആളുകൾ എന്തു പറയും, ഞാൻ ഈ വക അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും വിഭിന്ന ചിന്താഗതികളിലേക്ക് തലയിടാനൊന്നും ഞാനില്ല, എനിക്കതിലൊന്നും ഒരു താൽപര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐഹികമായ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ കൂടി ബാധ്യതയായ തന്റെ പരലോക സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറില്ലാതെ ഉൾവലിയുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. മറ്റൊരു വിഭാഗമുള്ളത്, എന്തഭിപ്രായ വ്യത്യാസമുണ്ടായാലും എല്ലാം കണക്ക് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്, എല്ലാവരും പറയുന്നതും നേരാണ്, എല്ലാവരുടേതും സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവസിദ്ധാന്ത സത്യവാദത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നല്ല വിള്ള ചമഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്വീകാര്യത ലഭിക്കുമാറ്, എല്ലാവരിൽ നിന്നും പുഞ്ചിരി ലഭിക്കുമാറ്, എന്തിന്റെയും കൂടക്കൂടികളാകാൻ മാത്രം മാനസികമായി ധാർമ്മികമായി അവരവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വിഭാഗം ആളുകളെയും നമുക്ക് കാണാം. അത്തരക്കാരിലും പെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇതിനിടയിൽ ഇസ്ലാമികമായി ഒരു മാനദണ്ഡമുണ്ട്. കാര്യങ്ങളെ വിവേചിച്ചറിയണം. എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കണം, അറിയണം. ചേരുന്നത് നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെ മാത്രമായിരിക്കണം. അതാണ് മുസ്ലിമിന്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ വിശ്വാസികളെ,
നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവണം, സത്യസന്ധന്മാരായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, എന്താണിങ്ങനെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം? എല്ലാവരും പറയുന്നത് ഖുർആനല്ലേ, എല്ലാവരും ഓതുന്നത് ഹദീസല്ലേ. ഇത് രണ്ടുമാണെങ്കിൽ കുറ്റമറ്റ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമാണ്. ആ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രമാണമായി അംഗീകരിക്കുന്ന കക്ഷികൾക്കിടയിൽ എങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു? ഒരേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന, ഒരേ കിതാബ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടുള്ള, ഒരേ റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ എങ്ങനെ ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്ന ചിന്ത ഇതിന്നു തുടങ്ങിയ ചിന്തയല്ല. മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും വരെ അവരും അതാലോചിച്ചതാണ്. വ്യത്യസ്ത തർക്കങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ അതേ സ്വഹാബിമാര് തന്നെ അവര് ചിന്തിച്ചു പോയിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതേ മഹാനവറുകളുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദുൻ വകിതാബുഹാ വാഹിദുൻ. ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഭിന്നിക്കുന്നത്? ഈ ഉമ്മത്ത് എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നത്? ഏത് സ്ഥിതിക്ക് നബിയുഹാ വാഹിദുൻ, ഈ ഉമ്മത്തിന്റെ നബി ഒന്നാണ്, വഖിബ്ലതുഹാ വാഹിദ, ഈ ഉമ്മത്തിന് തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ല ഒന്നാണ്, വകിതാബുഹാ, ഈ ഉമ്മത്ത് പ്രമാണമായി സ്വീകരിക്കുന്ന കിതാബും വാഹിദുൻ ഒന്ന് തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണിതിങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ കൂട്ടരിൽ കാണുന്നതെന്ന ചിന്ത അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് അതേ പടച്ച റബ്ബേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ നല്ല അറിവുള്ളവനാക്കണേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, വഅല്ലിംഹു തഅ്വീൽ, വ്യാഖ്യാന പാഠവും നീ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് അനുഗ്രഹം കിട്ടിയിട്ടുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഈ സംശയവുമായി കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ അവർകളെ, എന്താ ഭിന്നതയുണ്ടാകാൻ കാരണമെന്നല്ലേ അങ്ങയുടെ സംശയം? പറയട്ടെ, ഇന്നമാ ഉൻസില അലൈനാ ഫഖറഅനാഹു വഅലിംനാ ഫീമാ ഉൻസിൽ വഅന്നഹു സയകൂനു ബഅദനാ അഖ്വാമുൻ യഖറഊനൽ ഖുർആന വലാ യദ്റൂന ഫീമാ നസൽ ഫയകൂനു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ ഫഇദാ കാന കദാലിക ഇഖ്തലഫൂ. കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആശയം ഞാൻ പറയട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമ്മൾ ചിന്തിക്കണം. ഓ അമീറുൽ മുഅ്മിനീൻ, എന്തേ ഇങ്ങനെ ഭിന്നത വരാനെന്നല്ലേ അങ്ങയുടെ സംശയം? മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ കിതാബ് നമ്മുടെ മേൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ റസൂലുള്ളാഹിന്റെ കാലത്ത് കേട്ടപ്പോൾ നമ്മളത് കൃത്യമായി തന്നെ പാരായണം ചെയ്തു. അതേ നമുക്കന്ന് ശരിക്കും മനസ്സിലായി ഏത് വിഷയത്തിലാണ് ഓരോ ആയത്തും അവതീർണമായതെന്ന് അന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി. എന്നാൽ ഇതാ സയകൂനു ബഅദനാ, നമുക്ക് ശേഷം ഇതാ വരുന്നു അഖ്വാമുൻ, ചില ആളുകൾ അവര് ഖുർആനാണ് ഓതുന്നത്, പക്ഷേ എന്തിനാണ് ഈ ആയത്തിറങ്ങിയതെന്ന് അവർക്ക് പിടിപാടില്ല. ഈ എന്ത് കാര്യത്തിലാണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സ്വഹാബിമാരായ നമ്മള് പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അന്ന് ഇതിന്റെ ആശയം എന്താണെന്ന് ശരിക്കും നമ്മൾ പഠിച്ചവരാണ്, ഇതിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ ഗ്രഹിച്ചവരാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളുകൾ പിന്നീട്
വരുമ്പോ ഫയകൂനു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ, ഓരോരുത്തരും ആയത്തോതിക്കൊണ്ട് അവനവന്റെ അഭിപ്രായമാണ് വ്യാഖ്യാനിക്കുന്നത്. ഫഇദാ കാന കദാലിക ഇഖ്തലഫൂ, ഈ ഒരു നയത്തിലേക്ക് സമുദായം വഴുതിപ്പോയപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലായിപ്പോയി, അവര് തമ്മിലടിച്ചു, അവര് പരസ്പരം ചേരിതിരിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ ആ ദീർഘവീക്ഷണമെന്ന് ചിന്തിച്ചു നോക്ക് സഹോദരാ. പരിശുദ്ധ ഖുർആൻ ഓതിക്കേട്ടപ്പോ സ്വഹാബത്ത് അതെങ്ങനെ ഗ്രഹിച്ചു? അവര് മനസ്സിലാക്കിയതിന് വിഭിന്നമായി കൊണ്ട് ആയത്തും ഹദീസും ഓതിക്കൊണ്ട് അവരവരുടെ താൽപര്യങ്ങൾ ആദ്യമേ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുകൂലമായ ആയത്തും ഹദീസും ഉണ്ടാവില്ലെന്ന് വരുമ്പോ അക്ഷരഭേദം വരുത്താൻ ഖുർആനിലാണെങ്കിൽ പറ്റുകയുമില്ല, അത് വേഗം കണ്ടുപിടിക്കപ്പെടുമല്ലോ. ഇന്നാ നഹ്നു നസ്സൽനൽ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹ് കാവലേർപ്പെടുത്തിയ ഗ്രന്ഥമാണല്ലോ ഈ ഖുർആൻ. അല്ലാഹ് അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം. ഇതിനെ എല്ലാവിധ കൈകടത്തലുകളിൽ നിന്നും അവൻ സൂക്ഷിക്കും. ഇതിൽ അക്ഷരഭേദം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ അക്ഷരങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ട്, ആയത്തുകളെ അതേപടി നിലനിർത്തിക്കൊണ്ട് അല്ലാഹ് എന്തിനാണോ ആയത്തിറക്കിയതെങ്കിൽ ആ ഉദ്ദേശത്തിൽ നിന്ന് വിഭിന്നമായി വിരുദ്ധമായ ദിശയിലേക്ക് ആയത്തിന്റെ സാരങ്ങളെ, ആശയങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ സമൂഹം തുടങ്ങിയപ്പോൾ ഒരേ ഖിബ്ല അംഗീകരിക്കുന്ന, ഒരേ റസൂലിൽ വിശ്വസിക്കുന്ന, ഒരേ റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ കിതാബ് അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ചേരികൾ ഉണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അവരെ കക്ഷികളായി പിരിയുന്നു, പരസ്പരം പോരടിക്കുന്നു. ഈ ഒരു ദുരന്തമാണ് അതേ പണ്ട് മുതൽ ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ട നിലക്കല്ല വിശദീകരിക്കപ്പെടുന്നത്. എല്ലാവരും ഖുർആനും ഹദീസും എന്ന് പറയുന്നു. പക്ഷേ അല്ലാഹ് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ അതിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നാൽ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗം വേണോ, നരകത്തിയിൽ നിന്ന് രക്ഷ വേണോ? നരകത്തിയിൽ കടക്കാൻ കാരണമാകുന്ന ഗൗരവമായ ഒരു കാര്യം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും റസൂലിനോട് മാത്സര്യം കാണിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവന് വ്യക്തമായി കിട്ടിയതിന്റെ ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തോടവന് മനസ്സിൽ വിഷമമാണ്, നീരസമാണ്. വയത്തബിഴ്, എന്നിട്ടവൻ പിന്തുടരുകയും ചെയ്യുന്നു ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ അതേ ആ വിശുദ്ധമായ ഗ്രന്ഥം ആദ്യം കേട്ട് മനസ്സിലാക്കി സ്വഹാബത്തിൽ അതേ പരിശുദ്ധമായ റബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കിയ സത്യവിശ്വാസികളുടേതായ മാർഗത്തിലല്ലാത്ത ഒരു മാർഗത്തിലേക്ക് അവൻ തിരിയുകയും ചെയ്തപ്പോൾ നുവല്ലിഹി മാതവല്ല വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ, അവനെ തിരിഞ്ഞയിടത്തേക്ക് അവനവന്റെ ആശയവുമായി തിരിഞ്ഞു പോകുന്നു. അവസാനം അവൻ നരകത്തിയിൽ ചെന്ന് ആപതിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആന പറയുന്നത്. ഒരു മാർഗമുണ്ട് നമുക്ക് ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ, പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ, പ്രമാണങ്ങളെ സ്വീകരിക്കാൻ, ഗ്രഹിക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി സമൂഹത്തിൽ തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, വ്യത്യസ്ത കക്ഷികളായി എന്റെ സമുദായം പിരിയുമ്പോൾ അവരിൽ ഒരു കക്ഷി മാത്രമേ സ്വർഗപ്രവേശനത്തിന് യോഗ്യരായിട്ടുണ്ടാവുകയുള്ളൂ. ആരാണ് ആ വിഭാഗമെന്ന ചോദ്യത്തിന്
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, ഹും മൻ കാന അലാ മിസ്ലി മാ അലൈഹിൽ യൗമ വഅസ്ഹാബീ, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു വിശ്വാസാചാര നടപടിക്രമങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നുവോ അതിൽ തന്നെ മുറുകെ പിടിച്ച് നിലനിൽക്കുന്നവൻ ആരുണ്ടോ അവരാണ് സത്യത്തിന്റെയും വിജയത്തിന്റെയും കക്ഷികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി ഖുർആനും അവിടുത്തെ വചനങ്ങളും കേൾക്കാൻ അവസരം കിട്ടിയ സ്വഹാബത്ത്, അവര് വിശ്വസിച്ചതാണ് നമ്മുടെയും വിശ്വാസം, അവര് പഠിപ്പിച്ചതാണ് നമ്മുടെയും ആദർശം. അതേ, അവർക്കെന്താണ് പ്രത്യേകത? ആ ആദ്യ തലമുറയെ പറ്റി അള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ള അവരെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അവര് അള്ളാനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടിയ മഹാന്മാരായ ആ സ്വഹാബത്ത് അവരൊന്നടങ്കം, അതേ, അവരൊരിക്കലും പിഴച്ചുപോയിട്ടില്ല. ആ ഒന്നടങ്കമുള്ള സ്വഹാബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നവർക്ക് കിട്ടിയിട്ടുള്ള ആദർശം ഈ സമുദായത്തിന്റെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ നിലക്ക് പ്രമാണങ്ങൾ മനസ്സിലാക്കുവാനുള്ള സംവിധാനം നാം ശരിക്കും കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ പതറുന്നില്ല, ആചാരങ്ങൾ തെറ്റിപ്പോകുന്നില്ല, അനുഷ്ഠാനങ്ങൾ മാറിപ്പോകുന്നില്ല. സ്വഭാവ പെരുമാറ്റ രീതികളിൽ വരെ വലിയ മാറ്റങ്ങളും സൽ സ്വഭാവങ്ങളും പ്രകടമാകാൻ അതൊക്കെ കാരണമായി തീരുന്നു. നബിമാരഖിലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ആദർശം എന്താണ്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം അല്ല പറഞ്ഞില്ലേ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹീ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്തായിരുന്നു ലോകത്തിന്റെ സൃഷ്ടാവ്? ലോകത്തിന്റെ സൃഷ്ടാവ് സർവമനുഷ്യരോടും പറഞ്ഞതെന്താണ്? എല്ലാ പ്രവാചകന്മാരും സർവകാലത്തും വന്നുകൊണ്ട് പറഞ്ഞതെന്താണ്? നിങ്ങളുടെ യജമാനനായ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അത് പറയാത്ത ഒരു നബിയും വന്നിട്ടില്ല, അത് പറയാത്തൊരു മഹാനേതാവും കഴിഞ്ഞുപോയിട്ടില്ല. അതെ, അതിനുള്ള കാരണങ്ങളും അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, പടച്ചവനാണ്, പടച്ചവനെയാണ് പടപ്പുകൾ ആരാധിക്കേണ്ടത്. ലോകം മുഴുവൻ പരിശോധിച്ചാൽ പടപ്പുകളാണ്, പടച്ചവൻ ഒന്നേയുള്ളൂ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും മുൻഗാമികളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ നിങ്ങളുടെ യജമാനനെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ. സർവ മനുഷ്യർക്കും യോജിക്കാവുന്ന ഐക്യത്തിന്റെ പോയിന്റാണത്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഏതെങ്കിലും മതവിഭാഗത്തിലെ അംഗങ്ങൾക്ക് സംശയമുണ്ടോ? ഇപ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരണുവിനെയെങ്കിലും, ഒരു കീടത്തെയെങ്കിലും, ഒരു പുൽക്കൊടിയെയെങ്കിലും പ്രപഞ്ചനാഥനായ സർവലോക രക്ഷിതാവും സർവശക്തനുമായ നാഥനല്ലാതെ മറ്റാരെങ്കിലും പടച്ചതാണ്, ഉണ്ടാക്കിയതാണ്, സൃഷ്ടിച്ചതാണെന്ന വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് തെളിവ് സഹിതം സമർത്ഥിക്കാനാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥന്റെ വെല്ലുവിളിയുണ്ട്. അവൻ സൃഷ്ടിച്ചതിനെ മുഴുവനും അതിലേക്കുള്ള സൂചനകൾ ചില പദങ്ങളിൽ ഒതുക്കിക്കൊണ്ട് ആകാശഭൂമികളടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായ അവന്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടതല്ലെങ്കിൽ സൂചന നടത്തിക്കൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാനവകുലത്തോട് മുഴുവനുമാണ് ആ ചോദ്യം. ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അള്ള പടച്ചതാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാന്റെ സൃഷ്ടിപ്പാണ്. ഇനി അടുത്തതവന്റെ ചോദ്യം, ഫഅറൂനി, ആകയാൽ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചതായോ. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവനെ കൂടാതെയുള്ളവർ എന്തൊന്നിനെയാണ് പടച്ചതെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ,
ശിർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ അക്രമം പ്രവർത്തിക്കുന്ന കക്ഷികൾ വ്യക്തമായ വഴികേടിൽ തന്നെ എന്ന് ലുഖ്മാൻ സൂറത്തിലൂടെ അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ പടച്ച റബ്ബിന്റെ അവകാശവാദം പൊള്ളയല്ല. ഒരു മനുഷ്യനും അതിനെ നിഷേധിക്കാനാവില്ല. കാണുന്നതിനെ മുഴുവനും അവൻ നോക്കട്ടെ. അള്ളയല്ലാതെ, പ്രപഞ്ചനാഥനല്ലാതെ, സൃഷ്ടാവായ സർവശക്തനല്ലാതെ ആരാണ് ഏതൊന്നിനെയാണ് പടച്ചിട്ടുള്ളത്? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ പടപ്പുകളെ, നിങ്ങളുടെ ഹൃത്തടത്തിൽ നിന്നുയരുന്ന സർവ പ്രാർത്ഥനകളും, നിങ്ങൾ അർപ്പിക്കുന്ന സർവ ആരാധനകളും, നിങ്ങളുടേതായ സർവ വണക്കങ്ങളും അതേ ആ സർവലോക രക്ഷിതാവായ എല്ലാത്തിന്റെയും മീതെയുള്ള പടച്ചവനായ യജമാനനിലേക്ക്, രക്ഷിതാവിങ്കലേക്ക് മാത്രം തിരിച്ചുവിടൂ. മറ്റുള്ളവർക്ക് പ്രാർത്ഥനകൾ നൽകല്ല. അവര് നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികൾ മാത്രമാണ്. അവർക്കും നാശമുണ്ട്, അവർക്കും മയക്കമുണ്ട്, അവർക്കും ക്ഷീണമുണ്ട്, അവർക്കും ഒരുപാട് പരാധീനതകളും പരിധികളും പരിമിതികളുമുണ്ട്. ഇതൊന്നുമില്ലാത്ത സർവന്യൂനതകളിൽ നിന്നും മുക്തനായ, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, മരണമില്ലാത്ത സർവലോക പരിപാലകനായ റബ്ബുണ്ടല്ലോ. ആ റബ്ബിനെ മാത്രം നമിക്കൂ, അവനോട് മാത്രം പ്രാർത്ഥിക്കൂ, അവന്റെ മുമ്പിൽ മാത്രം കീഴ്വണക്കം സമർപ്പിക്കൂ, അവനെ മാത്രം ആരാധിക്കൂ. ലോകത്തിന്റെ റബ്ബിന് ലോകരോട് മുഴുവനും പറയാനുള്ള, എല്ലാവർക്കും യോജിക്കാവുന്ന ശക്തമായ യോജിപ്പിന്റെ മേഖലയാണിത്. ഇതാണ് ഇസ്ലാമിന് ആദ്യവും പ്രധാനമായും പറയാനുള്ള സിദ്ധാന്തം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട മുസ്ലിമീങ്ങൾ തന്നെ എന്തേ അവരിതിൽ നിന്ന് തെറ്റിപ്പോയത്? എന്തേ അവരിൽ അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കടന്നു വന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ്. അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളിൽ അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശമുണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വഹയിൽ അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശമുണ്ടാവില്ല എന്നത് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ കക്ഷികൾ എന്ത് ചെയ്തു? അവരുടെ മനസ്സുകളിൽ ഒരാശയമുണ്ടാക്കി. മഹാന്മാരില്ലേ ലോകത്തൊരുപാട്, മഹദികളില്ലേ ലോകത്തൊരുപാട്, അതുകൊണ്ട് നാം സാധാരണക്കാര് മാത്രമാണ്. സാധാരണക്കാരായ നമുക്കൊരു മന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സമീപത്തേക്ക് എത്തണമെങ്കിൽ ഇടയ്ക്ക് ആളില്ലാതെ പറ്റില്ലല്ലോ, നേരിട്ട് ചെന്നാൽ കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇത്രയൊക്കെ ശ്രേഷ്ഠനായ റബ്ബ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവന്റെ അടുക്കലേക്ക് നേരിട്ട് ചെല്ലാൻ നമുക്ക് യോഗ്യതയും കഴിവുമില്ല. അതുകൊണ്ട് ഇടയാളൻ വേണം, മധ്യസ്ഥന്മാര് വേണം. അവരോട് പറയാം, അവര് കാര്യം നേടിത്തരും. അവരല്ലാന്റെ അടുക്കൽ വലിയ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരതാ പ്രമാണങ്ങൾ പരതുന്നു. അങ്ങനെ ഖുർആൻ പരതി. ഖുർആനിൽ കാണോ ഇങ്ങനെ ഒരു നിർദ്ദേശം? ഖുർആനിൽ കാണോ? കാണില്ലല്ലോ. ഹദീസുകൾ പരതി, കാണുകയില്ലല്ലോ. അപ്പോൾ അവർ കണ്ട തീരുമാനം എന്താണ്? അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് അള്ളയാണെങ്കിൽ പ്രഖ്യാപിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഖുൽ, നബിയെ പറയോ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, ലോകത്തോട് പ്രഖ്യാപിക്കൂ നബിയെ, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി, അവനിൽ ഞാൻ പങ്കുചേർക്കുകയില്ല. അഹദാ, ഒരാളെയും. അപ്പോൾ പിന്നെ ആ ഖുർആനിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള കൽപ്പന വരില്ല, സൂചന പോലും വരില്ലല്ലോ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ചിന്താഗതി പൊട്ടിമുളച്ചത്. എന്തു പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ അവര് പരതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത്? ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന ചിന്താഗതി ചെകുത്താൻ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി. പേരെന്താ കൊടുത്തത്? സ്നേഹമെന്നാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനം, അവിടുത്തോട് സ്നേഹം, അവിടുത്തോട് മഹബത്ത്, അവിടുത്തോട് ആദരവ്, അവിടുത്തെ അതായ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുക എന്ന ഓമന പേരിട്ടുകൊണ്ട് മനുഷ്യരെ ദുർബോധനത്തിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്ന ചെകുത്താനതാ ഇത്തരം ആശയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് പറഞ്ഞു, ഖുർആൻ പരതിക്കോ, നിങ്ങൾക്കുള്ളത് അതിൽ നിന്നെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കാം. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചു. എന്താ ദുർവ്യാഖ്യാനിച്ചത്? അതേ മുസ്ലിമീങ്ങളെ, നമ്മളെന്താ വിശ്വസിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും കൂടെ ഏത് സമയത്തും അതേ ഉറങ്ങാതെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനേയുള്ളൂ. അവൻ അവന്റേതായ നോട്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമുക്കൊരു അമല് ചെയ്യാനാവില്ല, ഒന്ന് ശ്വാസം വിടാനാവില്ല എന്ന് വിശ്വസിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ സ്ഥാനം തന്നെ അങ്ങ് സങ്കൽപ്പിച്ചാലോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ പ്രവാചക പ്രേമികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രകീർത്തിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഔദാര്യത്തിന്റെ ആരാമമെന്നാണ്. ഹദായിഖെ ബഖ്ശീഷ് എന്ന ഉറുദു പുസ്തകത്തിന്റെ മലയാള മൊഴിമാറ്റമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. ശരിക്ക് വാചകങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളെന്താ സമാധാനിക്കാറുള്ളത്? വിഷമം വരുമ്പോ നമ്മളെന്താ ചിന്തിക്കാറുള്ളത്? നമ്മുടെ നേതാക്കൾ എന്താ വിഷമം വന്നപ്പോൾ തൊട്ടടുത്തുള്ളവരെ സമാധാനിപ്പിച്ചത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടരുത് മോനെ, നമ്മുടെ കൂടെ അല്ലാഹുണ്ട്. അതേ, എനിക്കെന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ റബ്ബുണ്ട്. ആ സമാധാനത്തിൽ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൗഹീദിന്റെ ഏറ്റവും വലിയ ശുദ്ധമായ തെളിമ മനസ്സുകളിൽ കൊണ്ടു നടക്കുന്ന മുസൽമാന്റെ മനസ്സിലേക്ക് വിഷലിപ്തമായ ആശയങ്ങൾ ഖുർആനായത്ത് പിൻബലമാക്കിക്കൊണ്ട് എടുത്തുദ്ധരിക്കുന്നത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അതേ അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ, ഓരോ മുസ്ലിമിന്റെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തെളിവ് കേട്ടോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. തെളിവ് കേട്ടോ, വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നബിയേ, തങ്ങളെ ഞാൻ സർവ്വസംഗതികൾക്കും സാക്ഷിയും സർവർക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും അല്ലാഹുവിന്റെ പ്രത്യേക അനുമതി പ്രകാരം അവനിലേക്ക് ക്ഷണിക്കുന്നവരും സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശഗോപുരവുമായിട്ടാണ് നിയുക്തരാക്കിയിരിക്കുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. പരിശുദ്ധ ഖുർആനിലില്ലേ വിശ്വാസികളെ? ഉണ്ട്, ശരിയാണ്. പക്ഷേ കൊടുത്ത അർത്ഥം എന്താണ്? ഓ നബിയേ, നിങ്ങളെ ഞാൻ സർവസംഗതികൾക്കും സാക്ഷിയാക്കിയിരിക്കുന്നു. അവിടെ എന്താ പ്രശ്നം? ഷാഹിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയല്ലേ പരലോകത്ത്. പക്ഷേ ഇവിടെ സാക്ഷിയാകണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കേട്ടോ. ഒരാൾ സാക്ഷിയാവണമെങ്കിൽ ഏത് വിഷയത്തിലാണോ സാക്ഷി പറയുന്നത്, പ്രസ്തുത വിഷയം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാവുകയും നാം എല്ലാവരും ഉമ്മത്തികളുമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇടയിലും പുന്നാര നബി തങ്ങൾ ഉണ്ടാകണം.
അതേ പരലോക കോടതിയിലും നമ്മെക്കുറിച്ച് പറയാൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പുന്നാരി നബി നമ്മുടെ കൂടെ വേണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കാണണം, നമ്മൾ എന്ത് പറയുന്നു എന്ന് കേൾക്കണം. അപ്പോഴല്ലേ ദൃക്സാക്ഷി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നബിയാണെങ്കിൽ സാക്ഷിയാണ് നിങ്ങളുടെ എന്ന് അല്ലാഹു പറയുകയും ചെയ്തല്ലോ. ഇനിയും കേട്ടോ, അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. നോക്കണം നിങ്ങൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മുടെ കൂടെ, അതേ എല്ലാം കേൾക്കുകയും അറിയുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൂടെയുണ്ട് എന്ന് ആയത്തോതിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്നു. അപ്പൊ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെ കൂടെയും ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, യഅലമു അഹ്വാല ജമീഇൽ മൗജൂദാതി വൽ മഖ്ലൂഖാതി, സർവവസ്തുക്കളുടെയും സൃഷ്ടികളുടെയും അവസ്ഥകൾ അവിടുത്തേക്കറിയാം. വലാ തഖ്ഫാ അലൈഹി ഖാഫിയ, ഒരു കാര്യവും അവിടുത്തെ അറിവില്ലെന്ന് അതേ ഗോപ്യമല്ല. യറാ ജമീഅദ് ദുനിയാ, ഭൗതികമായ ഈ ലോകം അലൈഹിസ്സലാത്തു വസ്സലാം ലൈസ ബിബഈദിൻ അൻ അഹദിൻ, ഒരാളിൽ നിന്നും ദൂരെയല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെപ്പറ്റിയും വിവരമില്ലാത്തയാളുമല്ല. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ വിശ്വാസപ്രകാരം വിളിച്ചു തേടുന്നു. യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ലിൽ ഹാദിസിൽ അമിമി, സൃഷ്ടികളിൽ അത്യുദാരനായ നബിയെ, എനിക്ക് കാവൽ ചോദിക്കാൻ അങ്ങയല്ലാതെ ആരാണുള്ളത്? അപ്പൊ അഭയം ചോദിക്കാൻ, കൂടെയുള്ള നബി തങ്ങളോട് അഭയം ചോദിക്കാൻ, സമൂഹത്തെ പഠിപ്പിക്കാൻ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാത്രമാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതേ മറ്റുള്ള ശൈഖുമാരെ കുറിച്ചും കീഴിലുള്ള പിന്നീടുള്ള ശൈഖുമാരെ കുറിച്ചും എന്താണ് വിശ്വാസം? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള നിർദ്ദേശങ്ങൾ എന്താണ്? പൂർണ്ണ ശുദ്ധിയോടെയും. നോക്കണം, മുസ്ലിമീങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് കണ്ടോ? പൂർണ്ണ ശുദ്ധിയോടെയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ടും കളിതമാശകളും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടും മനഃശക്തി ഉറപ്പിച്ചുകൊണ്ടും ആരെങ്കിലും ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടും ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഒട്ടും താമസം കൂടാതെ ഉത്തരം ലഭിക്കുന്നതാണ്. നോക്കണം, മഹാന്മാരെ വിളിച്ചു തേടുവാൻ ഖുർആനിന്റെ കൽപ്പനയുണ്ട്. അതിന് ചില നിബന്ധനകൾ, അതിന് ചില ഷർത്തുകൾ. വളരെ ശുദ്ധിയോടെ വൃത്തിയോടെ ശൈഖുമാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇതെന്തായാലും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നുറപ്പല്ലേ? അപ്പൊ കണ്ടോ, ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെ വന്നു? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുർആൻ ഓതിയിട്ട് ഖുർആനിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി ആശയങ്ങൾ വെച്ച് സമൂഹത്തെ താൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ആ നിലക്കുള്ള ദുർവ്യാഖ്യാന പ്രവണതകൾ സമൂഹത്തിൽ എന്ന് വന്നോ, അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രവണത തുടരുന്നു. സമൂഹം ഛിന്ന ഭിന്നമാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അതേ വളരെ കാതലായ വിശ്വാസരംഗങ്ങളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം മഹാന്മാരായ ആളുകൾ അവര് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവര് നമ്മൾ വിളിച്ചാൽ അവര് നമ്മെ കേൾക്കും, വിളിപ്പുറത്ത് ഓടിവരും, നമ്മെ സഹായിക്കും, രക്ഷിക്കും. അതിന് പല രൂപത്തിലുള്ള ഇല്ലാത്ത പല കഥകളും ഉണ്ടാക്കി തീർക്കുന്നു. അതേ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചു മാത്രം അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് നൽകിയ ഒരു ആദരവുണ്ട്. അതെന്താ? മരണശേഷവും ആ മഹാത്മാക്കളുടെ അഥവാ പ്രവാചകന്മാരുടെ ബോഡി, അവരുടെ ഭൗതികമായ ശരീരം മണ്ണ് തിന്നുകയില്ല.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ ഈ പുതിയ ലക്കം ഖുറാഫികളുടെ അതല്ലെങ്കിൽ സമസ്തക്കാരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഖുർആനിന്റെ മേൽ വമ്പിച്ച അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിലില്ല എന്ന് കണ്ടാൽ ഖുർആനിലുണ്ടെന്ന് പറയാൻ പോലും തയ്യാറ് കാണിക്കുന്ന അത്രയും വലിയ ധിക്കാരം കാണിക്കുന്നവര് ലോകം. കേട്ടോ, നിങ്ങളുടെ ഒരു വരി കേട്ടോ, ഒരു വരി നിങ്ങൾ കേട്ടോ, എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം ഖുർആനിൽ എവിടെ? അതെ, ഈ പുതിയ ലക്കത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഈ ഫെബ്രുവരി ലക്കത്തിൽ നിന്ന് വായിക്കുന്നു. അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം കണ്ടോ, അർത്ഥം അട്ടിമറി കൊടുക്കുന്നു. അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നില്ലെന്ന ഖുർആൻ വാക്യം കണ്ടോ. അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നൂലാന്ന് ഖുർആനിലുണ്ട് പോലും. അതേത് സൂറത്തിലാ മുസ്ലിയാക്കളെ? അതേതായത്താണ്? പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏതായത്തിൽ, ഏത് സൂറത്തിൽ, എവിടെയാണ്? അതിന്റെ സൂറത്തിന്റെ പേരൊന്ന് പറയാമോ? അതിന്റെ നമ്പർ ഒന്ന് പറയാമോ? ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. കാരണം ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. എന്ത്? അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല എന്ന് ഖുർആനിലില്ല. അപ്പൊ ഖുർആനിലില്ലാത്തത് ഖുർആൻ വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ ലക്കം സെൻസിംഗ് മാസികയില്ലതാ AP ഭാഗം സമസ്തക്കാരുടെ പത്രത്തിൽ എഴുതുമ്പോൾ മുസ്ലിമേ എവിടേക്കാണ് സമൂഹം പഴച്ചു പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? എങ്ങനെ പഴച്ചു പോകുന്നു എന്ന് മനസ്സിലായില്ലേ? അതെ, ശരിയായ ഇസ്ലാമികമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ വിട്ടപ്പോൾ പതറിപ്പോയി, ചിന്നിച്ചിതറിപ്പോയി, യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട് അനുവാദം തന്നതല്ലേ? നിങ്ങൾക്കതാ ഖബറുകൾ സന്ദർശിക്കാം, ഖബറുകൾ സിയാറത്ത് ചെയ്യാം, അതിന് വിരോധമില്ല. ആ സിയാറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഖബറാളികൾക്ക് സലാം ചൊല്ലണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അതിനാണ് ഖബറിന്റെ സമീപത്തേക്ക് സിയാറത്തിന് പോകുന്നത്. എന്നാൽ ആ ഖബർ സിയാറത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ അംഗീകൃതമായ സന്ദർശനം യഥാർത്ഥ പാത വിട്ടുകൊണ്ട് വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ ഖബർ സിയാറത്ത് ഖബർ ആരാധനയായി അധപ്പതിച്ചു. സിയാറത്ത് പോയി പിന്നെ ആരാധനയായി മാറി. ഇങ്ങനെയാണ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഉയർന്നു നിൽക്കുന്ന ജാറങ്ങളിൽ അതേ ഒരു മുസ്ലിമിന്റെയും ഖബർ, അവന്റെ ഖബർ, ഭൗതിക ശരീരം അടക്കപ്പെട്ട ഖബർ ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ച നിയമം. അതാണ് സ്വഹാബത്ത് സ്വീകരിച്ച മാർഗം. ആ മാർഗം വിട്ടപ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കൊണ്ട് പലരും രംഗത്ത് വന്ന് ഖബറുകൾ വളരെ ഉയരത്തിൽ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അതിന്മേൽ പെയിന്റ് അടിച്ചോ, അതിന്മേൽ വസ്ത്രം കൊണ്ട് മൂടാൻ തുടങ്ങി, അതിന്മേൽ തടവാൻ തുടങ്ങി, പുണ്യം നേടാൻ അതിനെ ചുംബിക്കാൻ തുടങ്ങി, അതിന്റെ ചുറ്റും തവാഫ് ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ പാത്രങ്ങളിൽ ചന്ദനമരച്ചതും എടുത്തുകൊണ്ട് അതേ അതേ ജാറങ്ങൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന കാഴ്ചകൾ തിരുവനന്തപുരത്തുകാരെ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുസ്ലിമേ, നമുക്ക് തവാഫ് ഒരിടത്തല്ലാതെ പാടുണ്ടോ? ഒരൊറ്റ സ്ഥലത്തല്ലേ നമുക്ക് തവാഫ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അത് പരിശുദ്ധ കഅബയുടെ ചുറ്റുമാണ് നമുക്ക് തവാഫ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന സ്ത്രീ പുരുഷന്മാർ അവരുടെ തലയിൽ ചെറിയ പാത്രങ്ങളിൽ ചന്ദനവും അരച്ചുകൊണ്ട് ജാറത്തിന്റെ മുമ്പിലൂടെ ഭീമാ ബീവിയുടെയും മാഹിൻ അബൂബക്കറിന്റെയുമൊക്കെ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത്, ഇങ്ങനെ വലം വെക്കുന്നത്, തവാഫ് ചെയ്യുന്നത്? ഇതെങ്ങനെ സഹോദരാ? കക്ഷി മാത്സര്യം മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളോട് സ്നേഹമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോട് ബഹുമാനമുണ്ടോ?
ആ സ്നേഹബുദ്ധിയോടെ ഒന്ന് ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും ഖബറിന്റെ ചുറ്റും തവാഫ് ചെയ്യാനോ പ്രദക്ഷിണം വെക്കാനോ നമുക്ക് അനുവാദം തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. സിയാറത്തിന്റെ പേരിൽ നടക്കുന്ന മറ്റുള്ള അനാചാരങ്ങൾ മുഴുവനും അത് ശിർക്കിലേക്ക് എത്തിക്കുന്നതും അവരെ വിളിച്ച് തേടുന്ന തേട്ടങ്ങൾ അത് തനിച്ച ശിർക്കും തന്നെയാകുന്നു. മാത്രമല്ല, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും യാത്ര വളരെ സുഖകരമാകുവാനും യാത്രാവേളയിലും മറ്റുമതാ വാഹനത്തിൽ നിന്ന് പണമെറിയപ്പെടുന്ന ജാറങ്ങളില്ലേ, പണമെറിയപ്പെടുന്ന പ്രത്യേകമായ കുറ്റികളില്ലേ, കാണിക്ക വഞ്ചികളില്ലേ, വഴിപാടുകൾ അർപ്പിക്കുന്നില്ലേ? ആരാ സഹോദരാ നിന്റെ യാത്ര രക്ഷിക്കേണ്ടത്? മുസ്ലിമേ, ഞാനും നിങ്ങളും യാത്ര പുറപ്പെടുമ്പോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞല്ലേ വീട്ടിൽ നിന്നിറങ്ങുന്നത്. വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർന്നില്ല നമ്മുടെ സഫറിന്റെ നേരത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ ഹാദാ സഫരിൽ ബിർറ വത്തഖ്വാ ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. എത്രയോ വിശദീകരിക്കേണ്ട ദുആയാണ്. ആശയം ചുരുക്കി പറയട്ടെ. അല്ലാഹ്, ഈ യാത്രയിൽ നീയാണ് എന്റെ കൂട്ട്, നിന്നിലാണ് എന്റെ ബരമേൽപ്പ്. ഞാൻ വിട്ടേച്ചു പോരുന്ന കുടുംബങ്ങളെയും എല്ലാ സമ്പത്തിനെയും നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്ന് കാവല് തരണേ. ദൂരത്തിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണേ. അരുതാത്ത കാഴ്ചകൾ കണ്ട് ഞാൻ എട്ടാൻ ഇടവരരുതേ. ആപത്തുകളെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് ചോദിക്കേണ്ട ചോദ്യം അത് മറന്ന് മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയപ്പോൾ, അതേ അവനെ പോലെയുള്ള മനുഷ്യരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ കുടീരങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, ഇവരാണ് എന്റെ യാത്രക്ക് ക്ഷേമം നേരേണ്ടത്, ഐശ്വര്യം പകരേണ്ടത്, അപകടമുക്തി നൽകേണ്ടതെന്ന ഉദ്ദേശത്തോടെ പണമെറിയുന്നു. ഇതബദ്ധമല്ലേ മുസ്ലിമേ? ഇതബദ്ധമല്ലേ? ഒരു മുസ്ലിമിനിത് പാടുണ്ടോ? സർവശക്തനായ നാഥനോടല്ലാതെ അവന് പരമേൽപ്പുണ്ടോ? അവനോടല്ലാതെ ഒരു പ്രാർത്ഥനയില്ലല്ലോ. കാരണം എത്ര ഗൗരവമാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ഒരിക്കലും അല്ലാഹ് പൊറുക്കില്ലെന്ന് പറഞ്ഞ മഹാപാതകമല്ലേ ഇന്ന ശിർക ലളുൽമുൻ അദീം. നിശ്ചയമായും പങ്കുചേർക്കൽ ശിർക്കെന്ന് പറയുന്നത് വമ്പിച്ച അക്രമം തന്നെ. എന്ത് സൗഹാർദ്ദത്തിന്റെ പേരിട്ടാലും പടച്ച റബ്ബിൽ നിന്നല്ലാതെ അഭൗതികമായ മാർഗത്തിൽ ഗുണപ്രതീക്ഷയോ ദോഷബാധയോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളോടും നീ വണങ്ങണ്ട, കൈകൂപ്പണ്ട, പണമെറിയണ്ട, നമിക്കണ്ട, കുനിയണ്ട. അതേ, നിന്റെ മനസ്സ് സർവശക്തനായ റബ്ബുൽ ആലമീനിലേക്ക് മാത്രം തിരിച്ചോ. ഫദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ഹൃദയത്തെ, അതേ നിന്റെ മുഴുവൻ മനസ്സിന്റെ കീഴ്വണക്കത്തെയും അവനിലേക്ക് മാത്രം ആത്മാർത്ഥമാക്കി തിരിച്ചു വെച്ചുകൊണ്ട് അല്ലാഹനെ മാത്രം വിളിച്ചോ. എന്തിന്റെ പേരിലും നീയതാ ഞാനൊരു സൗഹാർദ്ദത്തിന്റെ ആളാണെന്ന് ആളുകൾ അറിയട്ടെ എന്ന നിലക്ക്, ഓ ഉമ്മമാരെ, ഒരാളിൽ നിന്നും ആ നിലക്കുള്ള ഗുണപ്രതീക്ഷയോടുകൂടി ഒരു ചടങ്ങുകളിലും പങ്കെടുത്തുകൂടാ. സമൂഹത്തിൽ പലർക്കും പല ആചാരങ്ങളുണ്ടാകും. അതിന് നമ്മൾ എതിരല്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യമാണ്, നാനാജാതി മതസ്ഥരും താമസിക്കുന്ന രാജ്യമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്താനും കൊണ്ടു നടക്കാനും അവകാശം ഭരണഘടനാപരമായി തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രമാണ്. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ ചടങ്ങുകളുണ്ടാകും. പക്ഷേ മുസ്ലിമേ, നീ എന്നും മുസ്ലിമാണ്. നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്.
സർവശക്തനായ നാഥനല്ലാതെ എന്നെ രക്ഷിക്കാനാവില്ല, എന്നെ ശിക്ഷിക്കാനാവില്ല. ആ കൃത്യമായ ഐഡന്റിറ്റി കളഞ്ഞു കുളിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങൾ നടത്തുന്ന പ്രത്യേകമായ ആചാരങ്ങളിൽ പോയിട്ട് അതേ അവരെ പ്രസാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന് ഗുണപ്രതീക്ഷയോ ദോഷബാധയോ ഭയപ്പെട്ടുകൊണ്ട് ഗുണപ്രതീക്ഷയോടുകൂടെയൊക്കെയോ നീ ഒരു ചടങ്ങിലും പങ്കെടുത്താൽ, നീ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോയാൽ നീ ചെയ്യുന്നത് കടുത്ത ശിർക്കാണ്. അതൊരിക്കലും അരുതാത്ത പാതകവുമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിൽ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന സംഗതിയാണ് പൊങ്കാല സമർപ്പിക്കുക എന്നുള്ളത്. പൊങ്കാല ആറ്റുകാൽ അമ്മയിൽ നിന്ന് ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രത്യേകമായ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അഭീഷ്ട വരദായിനി എന്നാണ് ആറ്റുകാൽ അമ്മയെക്കുറിച്ച് പറയപ്പെടാറുള്ളത്. എന്തഭീഷ്ടങ്ങളുമുണ്ടെങ്കിൽ അത് തരുന്ന, അത് നൽകുന്ന ആ നിലക്കുള്ള ഉദ്ദേശത്തോടുകൂടി ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അടുപ്പ് കൂട്ടി അവിടെ ചോറുണ്ടാക്കി ആ രൂപത്തിൽ അടുപ്പ് കത്തിച്ച് പ്രത്യേകമായൊരു ചടങ്ങ് ഈ തിരുവനന്തപുരത്ത് നടക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തേ സ്ത്രീജനങ്ങൾ ഇത്ര അതിലേക്ക് ആകർഷിക്കാൻ കാരണം? അതിനെപ്പറ്റി വന്ന റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാം. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ അമ്മ സാധിപ്പിച്ചു തരും എന്നുള്ള ഉറപ്പാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത്. അതിനെപ്പറ്റി വിലയിരുത്തിയ ഒരാളുടെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം അവർ വെച്ച് പുലർത്തിക്കോട്ടെ. പക്ഷേ സർവമനുഷ്യരും മനസ്സിലാക്കണം, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവിങ്കൽ നിന്ന് ഏത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളും പോകുകയാണ് അതിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളും അതിൽ കൂടെ പോകുകയാണ്. ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വരെ 3-4 കിലോമീറ്ററുകൾ ദൂരെ അടുപ്പ് കൂട്ടിയിട്ട് തിരക്ക് കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ദിവസമാണ്, പുക കൊണ്ട് ശ്വാസം മുട്ടുന്ന ദിവസമാണ്. അങ്ങനത്തെ ദിവസം അവർക്ക് പോലും സമയമില്ലാത്തപ്പോ അവര് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയോടെത്താണ്. സർവശക്തനും സൃഷ്ടാവുമായ ഏകദൈവത്തെ മാത്രം ആരാധിച്ചിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരില്ല. പ്രഥമ പ്രധാന നീ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്.